എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിൽ iOS 18 റിലീസായിരിക്കുകയാണ്. ഐഫോൺ XR, ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ, ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ 16 വരെയുള്ള എല്ലാ ഡിവൈസിലും iOS 18 സപ്പോർട്ട് ചെയ്യും. ഞാൻ ഈ ഒരു വീഡിയോയിൽ iOS 18ൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പകരം എങ്ങനെ നമുക്ക് iOS 18 അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ നോർമലി അപ്ഡേറ്റ് ചെയ്യാറുള്ളത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ ജനറൽസിലേക്ക് വരുന്നു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ടാപ്പ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് iOS 18 അപ്ഡേറ്റ് ചെയ്യാം. എന്നാൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് iTunes ഉപയോഗിച്ച് iOS 18 അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒരു PCയോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ iTunes ഉപയോഗിച്ച് നിങ്ങൾ ഡിവൈസ് iOS 8ലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾ iTunes ഉപയോഗിച്ചാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബഗ് ആവട്ടെ, ഹീറ്റിംഗ് ഇഷ്യൂസ് ആകട്ടെ, ഇതേപോലത്തെ പല പ്രോബ്ലംസും നമുക്ക് iTunes ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ സോൾവ് ചെയ്യാൻ സാധിക്കും. iOS 18 എന്ന അപ്ഡേറ്റ് ഐഫോൺ XR വന്നിരിക്കുന്നത് 3.44 GB ആണ്. എന്നാൽ നിങ്ങൾ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് സൈസ് വരുന്നത് എബോവ് 7 GB ആണ്. കാരണം iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം മുഴുവനായിട്ടാണ് അപ്ഡേറ്റ് ആകുന്നത്. എന്നാൽ നമ്മൾ നോർമലി ഡിവൈസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് വന്ന ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ മാത്രമേ അപ്ഡേറ്റ് ആകുന്നുള്ളൂ. സിസ്റ്റം മുഴുവനായിട്ട് അപ്ഡേറ്റ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം മുഴുവനായിട്ട് അപ്ഡേറ്റ് ആകും. iOS 18 ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെ നമുക്ക് iTunes ഉപയോഗിച്ച് നമ്മുടെ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാം, ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. iOS 18ലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഡിവൈസിൽ ജെനുവിൻ പാർട്ട് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് iOS 18ലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചില പ്രോബ്ലംസ് വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ ന്യൂസുകളൊക്കെ വരുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിവൈസ് iOS 18ലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. iOS 18ൽ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ ഫീച്ചറാണ് ഈ ഒരു ഡാർക്ക് മോഡ്. ആപ്പ് ഐക്കനെ നമുക്ക് ഡാർക്ക് മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത ഫീച്ചറാണ് ലോക്ക് സ്ക്രീൻ ബട്ടനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഞാനിവിടെ ഇപ്പോൾ ടോർച്ചും കാൽക്കുലേറ്ററുമാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബട്ടനായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ കസ്റ്റമൈസ് ടാപ്പ് ചെയ്യുക, ലോക്ക് സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇഷ്ടമുള്ള ബട്ടനായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഫീച്ചറാണ് നമുക്ക് ഇൻഡിവിജ്വൽ ആപ്സിനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫോട്ടോസ് എന്ന ആപ്പിനെ ലോക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ റിക്വയർഡ് ഫേസ് ഐ ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോസ് ആപ്പിനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ തന്നെ കൺട്രോൾ സെൻറ്ററിനെ ടോട്ടലി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പുതിയ UI വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഫസ്റ്റ് ഇംപ്രഷന് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നോക്കാം. പിന്നീട് വന്ന ചേഞ്ചാണ് സെറ്റിങ്സ് ആപ്പിനും കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടലി ഓരോ അറേഞ്ച്മെൻറ്റിനും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അടുത്ത ഫീച്ചറാണ് നമുക്ക് പുതിയതായിട്ടൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പാസ്വേഡ്. നമ്മൾ ഇതുവരെ സേവ് ചെയ്തിട്ടുള്ള എല്ലാ പാസ്വേഡും നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചറാണ്. ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഇത്രയും ഫീച്ചേഴ്സാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്രയുമല്ല, ഇതിനും കുറേ ഫീച്ചേഴ്സ് iOS 18 വന്നിട്ടുണ്ട്. ഞാൻ iOS 18 ഫീച്ചേഴ്സിനെ പറ്റി വീഡിയോസ് ചെയ്യാഞ്ഞത് ഇപ്പം തന്നെ കുറേ വീഡിയോസ് മലയാളത്തിൽ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.